നമ്മുടെ കഴിഞ്ഞ ഊരമ്പലത്തിന് കുറെ കേട്ടതാണ് ഞങ്ങൾ കണ്ടിട്ട് അഭിനയിക്കുകയാണൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കേട്ടിട്ട് അഭിനയിക്കാണല്ലേ നിങ്ങൾ നോക്കി പറയാം. ഞങ്ങള് റിയാക്ഷൻ വേണ്ടി തന്നെ മുമ്പ് ഈ പാട്ട് കേട്ടില്ല, ഫസ്റ്റ് കേട്ടിട്ടുള്ള റിയാക്ഷൻ തന്നെ കൊടുക്കാന്നുള്ള മൈൻഡില് വന്നേക്കാണ്. ഇപ്പൊ കേട്ടോ. நீ வந்திருக்கேன்னு மட்டும் சொல்லு. 5 நாளா உனக்கு கெஞ்சிட்டு இருக்கேன். சரி, நீ வந்தாலும் வரலனாலும் this one is for you. நான் வரேன். கூட நால நாளும் நில்லாம நீடி சுத்திக்கிச்சு பொல்லாத பார்வை பல்லால பேச சொக்கிக்கிச்சு சொக்க வச்சாலே கேட்டு வரவா நான் காத்தைரவா தரவா നല്ല ഫ്രെയിമല്ലേ, സൂപ്പർ ലൊക്കേഷൻ അല്ലേ. സൂപ്പർ സീൻ ലൊക്കേഷൻ ഇതില്ലേ.
കൊള്ളാല്ലേ, അടിപൊളിയായിരുന്നു. നല്ലൊരു പാട്ട്. ഭയങ്കര പെട്ടെന്ന് തീർന്നല്ലോ. പിന്നെ അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻസും അതിന്റെ ഷോർട്സും വിഷ്വൽസ് വിഷ്വല് മാത്രമല്ല പാട്ടും നല്ല വാല്യൂ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു അയ്യോ, എന്റെ അഭിപ്രായത്തിൽ ഊരം ബ്ലഡ് പിന്നെ രണ്ടുമൂന്നാണ് പിന്നെ കേട്ടിട്ടും എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഊരമ്പേട്ടിനെ വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇത് മച്ച് ബെറ്റർ ആണ്. ബെറ്റർ എന്നല്ലേ, രണ്ടും വേറെ ജോണേഴ്സ് ആണ്. എനിക്ക് ഊരമ്പേട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാതിരി ഇറിറ്റേഷൻ പോലെ തോന്നുകയായിരുന്നു. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഊരം ബ്ലഡ് രണ്ടുമൂന്നാണ് ഇറിറ്റേഷൻ ഒന്നും ഇല്ല. ഫസ്റ്റ് കേട്ട ഒരു പോരല്ലോ എന്നുള്ള സാധനം മാറി കിട്ടി, കുഴപ്പമില്ല എന്നുള്ളൊരു സാധനത്തിലേക്ക് മാറി. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ചിലപ്പോ പറഞ്ഞിട്ട് നേരെ തിരിച്ച് കേട്ടാകുമായിരിക്കും. പക്ഷെ എനിക്ക് പിന്നെ എനിക്ക് ഇവന്റെ സായിയുടെ സോങ്സ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഫീൽ ചെയ്യണം. ഇത് മോശമെന്നല്ല, പക്ഷെ എല്ലാം ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ പോണ വരെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ പുള്ളി ഇതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ടത് പുള്ളി എടുക്കുന്ന ആൽബത്തിലെ നായകന്മാര്. അതിനകത്ത് ആ ഒരു ഷോട്ടില്ലേ, സാൻവി ആ ഒരു സിൽ ഔട്ട് ഷോട്ടിൽ നിന്ന് കയറി വന്നത്, അത് പക്ഷെ അത് നല്ല സൂപ്പറായിട്ട് ആ ഒരു പാട്ടിന്റെ സമയത്ത് ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ആ കയറി വന്നിട്ട് ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് കിടലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം പക്ഷെ അതൊക്കെ സിനിമയിൽ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിലും പക്ഷെ ഡാൻസ് ആണെങ്കിലും പിന്നെ മറ്റേ നമ്മുടെ സൺഫ്ലവറിന്റെ ഇടയിലെ കൂടി ആ ഓടണ ഷോട്ട്, ആ മഴയുടെ ഒപ്പം ഓടണ ഷോട്ട്, അത് സൂപ്പർ ആയിട്ടുണ്ട്. ലൊക്കേഷൻസ് വിഷ്വൽസും അടിപൊളിയായിട്ടുണ്ട്. 100% നീതി പുലർത്തി. ലാസ്റ്റ് സോങ്ങിന്റെ അത്രയും ലാസ്റ്റ് സോങ് മീനാക്ഷിയുടെ അല്ല, അതിന് മുമ്പത്തെ സോങ് പ്രീതി മുകുന്ദന്റെ സോങ്ങിന്റെ അത്രയും VFX കയറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ മഴയത്ത് പോണതൊക്കെ VFX ആണ്. അത് പക്ഷെ അടിപൊളി ചെയ്തിട്ടുണ്ട്. അത് എല്ലാത്തിലും അടിപൊളിയാണ്. പ്രൊഡക്ഷൻ വാല്യൂ പക്കയാണ് എല്ലാത്തിലും. ഊരമ്പെട്ട് വെച്ച് എനിക്ക് ഊരമ്പെട്ട് വീട് എന്റെ ഉള്ളിൽ നിന്ന് പോലുള്ള അത് കേട്ടിട്ടുണ്ടല്ല, സത്യം പറയാൻ തലക്കിന്റെ അത് പിടിച്ചു പോയി. അത് വെച്ച് നോക്കുമ്പോ വളരെ നല്ലൊരു നല്ല റൊമാൻറ്റിക് സോങ്. ചീത്തയല്ല, ഉള്ളത് പറയണം. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അത് നമുക്ക് പറയണമല്ലോ. എന്തായാലും ഇനി പുതിയൊരു ആൽബം ഉണ്ടാവല്ലോ, മിക്കവാറും അടുത്ത സിനിമ ആയിട്ട് തന്നെ ആയിരിക്കും ആളുടെ വരാൻ ചാൻസ്. എന്തായാലും മറ്റേ നമ്മുടെ ഡ്യൂഡിയിൽ നിന്ന് ഇനി പാട്ടുകൾ ഇറങ്ങാനുണ്ടല്ലോ. പിന്നെ മലയാളത്തില് ബൾട്ടി വരാനുണ്ട്. പാട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തൊരു കമന്റ് വന്നിരുന്നു. ആഗ്രഹിക്കുന്നു. പിന്നെ തമിഴില് കുറെ ഉണ്ടല്ലോ, കറുപ്പുണ്ട്, ബെൻസുമനുണ്ട്. കറുപ്പൊക്കെ കിടലായിരിക്കും പ്രതീക്ഷിക്കാം. കറുപ്പിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും കറുപ്പിലും ലവ് സോങ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ലവ് സോങ് അവന്റെ 100% വിശ്വസിച്ച് കൊടുക്കാവുന്ന ഒരു ജേണറാണ്. എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ഫീൽ ഗുഡ് സോങ്. കേൾക്കാനും കാണാനും തോന്നുന്നുണ്ട്. റൊമാൻസ് വരുന്നതാ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.